അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷഹനാസ് റഷീദ്, ഫാമിലി കൺസൾട്ടൻ്റ് ആൻഡ് ട്രെയിനർ. വളരെ ചെറിയ ഒരു കാര്യമാണെന്ന് നാം കരുതുന്ന ഒരു കാര്യം, എന്നാൽ നമ്മുടെ ശരീരത്തിന് ഒത്തിരി വലിയ ഗിഫ്റ്റ് തരുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും ഈ കാര്യമെന്ന്? എന്താണ് ആ കാര്യമെന്ന് നമ്മൾ കുറേ പരതി നടക്കേണ്ട ആവശ്യമില്ല. അത് പുഞ്ചിരിയാണ്. നമുക്കെല്ലാവർക്കും അനായാസം കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി. നമുക്കും പുഞ്ചിരിക്കാം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം. എന്നാൽ ചിരിക്കാൻ മറന്നുപോയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പലപ്പോഴായിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, നമ്മുടെ സൗഹൃദം ഒന്ന് പുതുക്കുമ്പോൾ ചിരിക്കാൻ മറന്നുപോയ ആളുകളുണ്ട്. എന്തായിരിക്കും അങ്ങനെ അവർ ചിരിക്കാൻ മറന്നു പോകുന്നത്? അവർ ഇന്നലകളെ കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ നാളെയെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ ഉള്ളിലൊരു സ്ട്രെസ് ഉണ്ടാകും. നെഗറ്റീവ് ഹോർമോൺസ് ആണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ പറ്റാതെയാവും. നമ്മളൊന്ന് ചിരിച്ചാൽ അത് നമുക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ചിരിക്കുന്നത് മൂലം അത് കാണുന്ന, അത് ആസ്വദിക്കുന്ന, നമ്മൾ ആർക്കാണോ നമ്മളെ പുഞ്ചിരി നൽകുന്നത് അവർക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതുകൂടാതെ നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ആ എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ചിരിക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അതുമൂലം ഈ മസിൽസിൻ്റെ ചിരിക്കുന്നത് മൂലം ഈ മസിൽസിൻ്റെ ഇളക്കം നമ്മുടെ തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് എൻഡോർഫിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നത് മൂലം പോസിറ്റീവായ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും നമുക്ക് സന്തോഷം ഉണ്ടാവുകയും അതുമൂലം നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കുകയും ചെയ്യും. എൻഡോർഫിൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഹോർമോണുകളാണ്. ഇതുമൂലം നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതുമൂലം നമുക്ക് നമ്മുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾ പലപ്പോഴായിട്ട് അറിഞ്ഞോ അറിയാതെയോ ചിരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ബ്രെയിനിന് അറിയോ നമ്മൾ ഇത് അറിഞ്ഞാണോ ചിരിക്കുന്നത് അറിയാതെയാണോ ചിരിക്കുന്നത് എന്ന് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ കഴിയൂല. എന്നാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഒന്ന് പുഞ്ചിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാക്കാൻ ഈ പുഞ്ചിരി കൊണ്ട് സാധിക്കുന്നതാണ്. ദീർഘകാലമായി വേദന അനുഭവിക്കുന്ന ആളുകൾ, ദീർഘകാലമായിട്ട് വേദന അനുഭവിക്കുന്ന ആളുകളും അതുമൂലം കിടപ്പിലായ ആളുകളും അവർക്കൊക്കെ ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് വളരെ ബുദ്ധിമുട്ടിലായാൽ അവർക്കൊന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ അവർക്ക് ഒരു പെയിൻ കില്ലർ കഴിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ട് ഈ പുഞ്ചിരി അവർക്ക് ഒരു മരുന്ന് പോലെ അവരുടെ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണെ ഇല്ലാതെയാവും. നമ്മൾ പുഞ്ചിരിക്കുന്നത് മൂലം കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതെയാവും. ദീർഘകാലമായിട്ട് അസുഖബാധിതരായി കിടക്കുന്ന രോഗികൾക്കൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, അവരുടെ അസുഖം അവരുടെ ശരീരത്തിന് മാത്രമേ ബാധിച്ചിട്ടുള്ളൂ, മൈൻഡിനെ അവർക്ക് അസുഖം ബാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ഒന്ന് ചിരിക്കാൻ, ഒന്ന് പോസിറ്റീവായ ഹോർമോൺസ് ഉണ്ടായാൽ അവർക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്നതാണ്. നമ്മുടെ വിഷമങ്ങളെല്ലാം
നമ്മുടെ ശരീരത്തിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ മൈൻഡ് പവർഫുൾ ആണെങ്കിൽ നമുക്ക് ചിരിക്കാനായിട്ട് സാധിക്കും. പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതല്ല, ഒരുപാട് ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ്, പക്ഷെ അയാളുടെ മൈൻഡ് നെഗറ്റീവായിട്ട്, മൈൻഡ് പവർഫുൾ അല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും പുഞ്ചിരിക്കാനോ സന്തോഷം ഉണ്ടാക്കിയെടുക്കാനോ പറ്റാതെ വരുന്നു. എന്നാൽ നമ്മളൊന്ന് ചിരിക്കുന്നത് മൂലം നമ്മുടെ ശ്വാസകോശത്തിന് ഒരു വികാസം സംഭവിക്കും. അതുമൂലം നമ്മൾ എക്സസൈസ് ചെയ്യാറുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചിരി മൂലം നമുക്കൊരു എക്സസൈസ് ചെയ്തതുപോലുള്ള ഒരു അനുഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ഒന്ന് ചിരിച്ചു നോക്കൂ. ഒന്ന് ചിരിച്ചിട്ട് ആ ചിരി ഒരു 2-3 ദിവസം തുടരെ അങ്ങനെ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ ആ ചിരി സ്വാഭാവികമായിട്ടും നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, പുഞ്ചിരി ഒരു സദക്കയാണ്, ചെറുപുഞ്ചിരി ഒരു സദക്കയാണ് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ നല്ല പുഞ്ചിരി സമ്മാനിക്കുന്നവരാകട്ടെ. നമ്മളെല്ലാവരും അങ്ങനെ പുഞ്ചിരി സമ്മാനിക്കാൻ സർവശക്തൻ നമുക്കെല്ലാവർക്കും സാധിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.